അവരെന്നെ പരിഹസിക്കുന്നതിന് അവർക്ക് ഒരു പണി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ദയവ് ചെയ്ത് ഞാൻ ഒരുപാട് പിന്നാലെ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരുപാട് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ശ്രമിച്ചു. അതൊന്നും നിങ്ങൾ നടത്തി തന്നില്ല. എൻ്റെ ഈ ഒരു ആഗ്രഹമെങ്കിലും നിങ്ങൾ നടത്തി തരണം. അഥവാ ഞാൻ അവർക്ക് വിരുന്ന് സൽക്കരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിലൂടെ നിങ്ങൾ ഈ തല മുതൽ ആ തല വരെ ഒന്ന് നടക്കണമെന്ന് മഹാനായ യൂസുഫ് നബിയോട് പറഞ്ഞപ്പോൾ ശരി, ആ ആവശ്യം നിറവേറ്റിത്തരാമെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം തലകുലുക്കി സമ്മതിക്കുകയും അങ്ങനെ അതാ മിസ്ർ-വാസികളായ എല്ലാ സ്ത്രീകളെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് മാത്രമല്ല അവരുടെ മുമ്പിൽ ഓരോരോ കോപ്പ തേനും അതുപോലെ തന്നെ കക്കരിക്ക, അന്ന് എന്താ തിന്നാൻ പറ്റുന്ന ചങ്ങ അത് അതിൽ മുക്കി തിന്നുന്ന സാധനം, അത് കക്കരിക്ക എന്നിവിടെ അഭിപ്രായമുണ്ട്. അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഏതായാലും ശരി, തേനിൽ മുക്കിയിട്ട് തിന്നുന്ന സാധനം അത് അവരുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ സുലൈഖ അതാ വിരുന്നൊരുക്കിയതായിരിക്കുന്ന പെണ്ണുങ്ങളോട്, അവിടെ തടിച്ചുകൂടിയ സൽക്കരിക്കാൻ വിളിച്ച പെണ്ണുങ്ങളോട് പറയാണ്, ചോടും നോമൈകൾ അതിൽ നീ നോരോന്ന് ചേത്തിയിട്ട് സുന്ദരിമാരെ പൂജിത്തോ തേനതിൽ മുക്കിയിട്ട്. എന്താ പെണ്ണുങ്ങളങ്ങളൊക്കെ നോക്കിയിരിക്കണത്? ഞാൻ നുറുക്കിണ്ടാക്കിയത് മാത്രം തിന്ന് കുത്തിരിക്കുകയാണ്. അതാ വേറെയും കത്തിയും കുന്ത്രാണ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആ കത്തിയിട്ട് തോളി ഇനി മുറിച്ചുകൊണ്ട് ഇഷ്ടം പോലെ തിന്നോളിയും തേനിൽ മുക്കിയിട്ട് എന്ന് പറഞ്ഞു. അപ്പം അതാ ഇവലിങ്ങനെ കക്കരിക്കും കുന്ത്രാണ്ടങ്ങളൊക്കെ നുറുക്കി കത്തിയിട്ട് ഇങ്ങനെ മുറിച്ച് തേനിലൊപ്പി സുഖസുന്ദരമായി ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സുലൈഖ യൂസുഫിനോട് പറഞ്ഞു, യൂസുഫേ ഇത് തന്നെയാണ് ടൈം. അങ്ങനെ തേടി സുലൈഖ വിളിത്ത് തങ്ങൾ ഇറങ്ങുന്നേ. ദേവികൾ പൊന്മുഖം നോക്കി കൈകൾ മുറിത്തന്നേ. ഓടുന്നു ചോരത്താളമയോരെ മുടുപ്പെല്ലാം ഉന്നും നൂറാവി സിറികളാരിലും ഹിസ്സില്ല. അങ്ങനെ സുലൈഖ ഒപ്പിച്ച പണി കുറിക്ക് കൊള്ളുക തന്നെ ചെയ്തു. അങ്ങനെ കക്കരിക്കയും തേനിൽ മുക്കിയിട്ട് ഇങ്ങനെ തിന്നുന്ന സമയത്താണ്, അതുപോലെ തന്നെ കക്കരിക്ക വേറെ എടുത്തുണ്ടായിരുന്ന മറ്റ് കക്കരിക്കളും സാധനങ്ങളൊക്കെ കത്തി കൊണ്ട് മുറിക്കണ സമയം യൂസുഫിനോട് ഇറങ്ങാൻ പറഞ്ഞു സുലൈഖ. രണ്ടുപേരും ഒത്തുക്കാണല്ലോ. അങ്ങനെ യൂസുഫ് അങ്ങോട്ട് ഇറങ്ങിയതോട് കൂടെ ഒരേ അടിയിൽ കൂടെ നടന്നു. യൂസുഫിൻ്റെ മുഖം കണ്ട് അതീവ സൗന്ദര്യത്തിൻ്റെ നിറകുടമായ 14-ാം രാവിനെ വെല്ലുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അവർക്കിടയിലൂടെ ഒന്ന് ആ തലവരെ നടന്നു ഹാളിൻ്റെ. അതാ ഇവർ യൂസുഫിനെ കണ്ട് മുഖത്തേക്ക് നോക്കിയിട്ട് കൈവിരലുകളൊക്കെ ചെത്തിപ്പോയി എന്നാണ് കവി പറയുന്നത്. അങ്ങനെ കൈവിരകൾ മുറിച്ചവരുടെ വസ്ത്രത്തിലൊക്കെ ആകെ രക്തം തളം കെട്ടി നിൽക്കുകയാണ്, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കവി പറയുന്നത്, പാടുന്നോ നാരികൾ അന്ന് ഈ പെരുഭാഷറല്ല മഹിമകളേറും നീലമ്പ റാണി വർഷക്കില്ല. പെണ്ണുങ്ങളൊക്കെ ആകെ കൈ മുറിച്ചു പോകും. യൂസുഫിനെ കാണാതായപ്പോഴാണ് പിന്നെ പെണ്ണുങ്ങൾ കയ്യുമ്പൊക്കെ ശരീരത്തിൽക്കും വസ്ത്രത്തിൽക്കൊക്കെ നോക്കണത്. ആകെ ചോരയുടെ കളിയാണ് അവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു, ഇത് ഒരു ജിന്നോ മലക്കുമാണ്, ഇത് മനുഷ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മിസ്ർവാസികളായ സ്ത്രീകൾ പരസ്പരം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുലൈഖാനെ പരിഹസിച്ചതിന് സുലൈഖ അവർക്ക് പണി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വടുവാസിരികളോ ഡുങ്കൽ കൈകൾ മുറിച്ചല്ലോ വല്ലാതെ എന്നെ പരിഹസിച്ച് ചിരിച്ചല്ലോ. ഇപ്പം എങ്ങനെയുണ്ട് കുട്ടികളെ? വല്ലാതെ പറഞ്ഞിരുന്നില്ല നിങ്ങൾ ഇന്നെ അടിമച്ചക്കൻ്റെ ഒപ്പം കൂടിക്കാണ് അങ്ങനെ എങ്ങനെ ഞാൻ കൂടാതിരിക്കുക അമ്മാരി സാധനത്തിനെ കണ്ടിട്ട്. ഇപ്പം നിങ്ങൾ എന്താ ഇപ്പം സംഭവം? കയ്യൊക്കെ മുറിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. സുലൈഖ അവരോട് പരിഹസിച്ചിട്ട് ചോദിക്കുകയാണ്. തിരിച്ച് മറുപടി ചോദിക്കണം, എന്താ ഇപ്പം സംഭവം എന്ന് ചോദിച്ചു. അങ്ങനെ അതിനുടൻ കന്നികൾ വിള്ളി ആനന്ദ ഹോജാത്തി
അഹമ്മദിയാണെങ്കിൽ കുള്ളതാകെയും രാജാത്തി മതിരൂപം കണ്ടാൽ മനതില്ലാശടക്കാനേ പത്തിനിമാർക്കൊട്ടും ഇല്ല സാധ്യം ഉറപ്പാണേ. അങ്ങനെ സുലൈഖയുടെ മുമ്പിൽ അവർ തെറ്റും മാപ്പുമൊക്കെ പറയുകയാണ്, ഞങ്ങളുടെ അടുക്കൽ അബദ്ധം വന്നു പോയി പരിഹസിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണം സുലൈഖ. ഇദ്ദേഹത്തിനെ കണ്ടാൽ സ്ത്രീകൾക്ക് ഒരിക്കലും അവരുടെ ആഗ്രഹം, അതുപോലെ തന്നെ അവർക്ക് അവരുടെ കൽബിനെ അടക്കി വെക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മിസ്ർവാസികളായ പെണ്ണുങ്ങൾ അവിടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ അതുകൾ പറഞ്ഞ് സിരികളാകെ പിരിന്തം അരിമപ്പൂതാരെ മൈ കണ്ണി നോക്കി പറയും നെന്നാശാത്താണിപ്പാൻ എൻ്റെ മാടിക്കും ബമ്പൻ അസീസെ ഭയപ്പെട്ടാണോ ഇരിക്കും. അങ്ങനെ വീണ്ടും സുലൈഖ വീണ്ടും പഴയ പണി ആവർത്തിച്ചു തുടങ്ങി. യൂസുഫ് ഒരു സമയം എവിടെയെങ്കിലും ഒഴിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ അവിടെ ചെന്നുകൊണ്ട്, എന്താണ് നിങ്ങൾ ആരിനെ ഭയപ്പെട്ടുകൊണ്ടാണ് എൻ്റെ ആഗ്രഹം നിറവേറ്റിത്തരാത്തത്? എന്താണ് സംഭവം? അസീസിനെ ഭയപ്പെട്ടത് കൊണ്ടാണോ? യജമാനായ അസീസിനെ ഭയപ്പെട്ടത് കൊണ്ടാണോ? പറയൂ. അങ്ങനെ സുലൈഖ ഈ തലങ്ങും ബലങ്ങും എല്ലാ നിലക്കും പരിശ്രമിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരിക്കലും തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയ സുലൈഖ തളർന്നു പോയിരിക്കുകയാണ്. പൊരുന്തീട്ടും മാംസം ഉതിർന്ന് വീഴും മൂടം തന്നെ മുന്താതാവേനെ കുഴിച്ച് തള്ളാം നമുക്കിന്നേ. അരിമാനബി